അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി നാട്ടുകോഴി രസം. അപ്പോൾ നമ്മൾ കോഴി കൊണ്ട് പല സാധനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്ന് നമ്മൾ വ്യത്യസ്തമായി ഈ നാടൻ കോഴിനെ ഇടിച്ച് നമ്മൾ ഒരു അടിപൊളി രസം ഉണ്ടാക്കാൻ വേണ്ടി പോകണം. അപ്പോൾ നമുക്ക് നേരെ സംഭവത്തിലേക്ക് പോവാം. നല്ല രോമൊക്കെ പോട്ടെ. ചെറിയ ചെറിയ കുരുമുനാന്നുള്ള രോമമുണ്ട് അതിലെ. അടിച്ചാൽ പൊളിച്ചില്ല. അവിടെ ഒരു കോഴി. ഇതാണ് ഞാൻ ഇരിക്കട്ടെ. മതില്ലേ? നമുക്കിത് കുത്താലേ, ചതക്കലേ. മതി. ആഹാ, ശരിക്കും ചതഞ്ഞു അല്ലേ? പിടിച്ചോ. തമ്പി കുത്തുമ്പോൾ എലുമ്പെല്ലാം നല്ല നുറുങ്ങണം. ശരിങ്കയ്യ. ഓക്കെ തമ്പി, പോത് കുറച്ചോളൂ. ഇന്നിന് പോണ്ടാ, നല്ല എക്സസൈസ്. മതി. ഓക്കെ, കുറച്ച് കുരുമുളകും ജീരകവും നമുക്ക് പൊടിക്കാം. കുതിരേശ കുറച്ച് വെളുത്തുള്ളി കൊണ്ടിടാം. കുത്ത് മതി. ചതക്കലാണത്. ആ, എന്താ മണല്ലേ? ഓ, ഇഞ്ചി ചതക്കേ. കറിവേപ്പില ചതച്ചോ. മതി. തെറിപ്പിക്കാണ്ട് കുത്തറ. മതി. ഒന്ന് ചതഞ്ഞാൽ മതി. ആ, ചെറിയ ഉള്ളി ചതച്ചെടുക്കല്ലേ. കുത്തി ചെറുക്കേ. മതി. നല്ല എരിവ് കണ്ണിൽ കടിക്കണ്ടല്ലേ? ഓക്കെ, നമ്മുടെ രസപ്പ് റെഡിയാക്കി എടുക്കുന്നില്ല. നല്ല ശുദ്ധമായ നല്ലെണ്ണ, കടുക് തൂക്ക, ചെറിയ ചതച്ച, കുറച്ച് കറിവേപ്പില ഇഞ്ചി ചതച്ചത്, വെളുത്തുള്ളി ജീരകം കുരുമുളക് ചതച്ചത്, കുറച്ച് പച്ചമുളക് മതി അല്ലേ? തക്കാളി കുത്തിരി തക്കാളി ചതച്ചത്, കുറച്ച് മുളക് അരച്ചത്, നമ്മുടെ ചിക്കൻ ഇറക്കി ഉപ്പിട്ട് നോക്കാം.
അല്പം മഞ്ഞൾപ്പൊടി ഇട്ടു അല്ലേ? മതി. ഒരുപാട് കത്തണല്ലേ? നാടൻ കോഴി വേറെ സാധനം. വെള്ളം കൂട്ടി ഒഴിക്കുന്നതിനാണ് ഇറച്ചി വെള്ളം കാലരണമുണ്ട്. വലിയ പീസൊക്കെ ഒന്ന് എടുക്കണം. വേറെ പരിപാടി ഇല്ല രേഷ? ഓക്കെ മതി. കുറച്ച് കുരുമുളക് കൂടി ഇട്ടു അല്ലേ? എരിവ് പോരാ. കുറച്ച് മല്ലിയില അല്ലേ? മല്ലിയില മുക്കിയല്ലേ? ഒഴുക്കി രസം ഒഴിക്കുക. കോഴി രസം. ആഹാ അടിപൊളി അല്ലേ? എന്നതില്ല അങ്ങനെ. അടിപൊളിട്ടാ. ഇപ്പം അങ്ങനെയുണ്ട് സംഭവം പൊളിച്ചുട്ടാ. നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ആ കുരുമുളകും ജീരകത്തിൻ്റെ മണവും ഒന്നും പറയാനില്ല. ഇത് നമ്മൾ അത് നേരത്തെ മാറ്റി ചിക്കനാട്ടാ ചെറുതായിട്ട് നമ്മളൊരു ഗ്രേവി പോലെയൊക്കെ ഇടും. അത് പൊളി ഒരു രക്ഷയില്ല. ഇത് നമ്മൾ മുന്നേ ഉണ്ടാക്കിയ ബീഫ് അച്ചാർ ഉണ്ടാ. നമ്മളിത് ഇനിയും കഴിഞ്ഞിട്ടുണ്ട് ബീഫ് അച്ചാർ. കുറച്ച് എടുത്ത് വെച്ചിട്ടുള്ളൂ എങ്കിലും ഇത് കഴിഞ്ഞിട്ട്. ഇത് ചിക്കൻ അച്ചാർ. ഇപ്പോഴാണ് അച്ചാർ രുചി അല്ലേ രതീഷേ? അല്ലേ? ഒരു രസം ഒന്നും പറയാനില്ല ഏട്ടാ. വിഷ്ണു അങ്ങനെയുണ്ട്. അടിപൊളിയല്ലേ? ആ രസത്തിലുള്ള ചിക്കനല്ലേ ഭയങ്കര രുചിയുടെ ചെറിയ ചെറിയ പീസായാലും ചിക്കനാണ് രസത്തിൽ. നമ്മളത് റോസ്റ്റ് ചെയ്യാനേക്കാളും സൂപ്പർ ടേസ്റ്റ് ഉണ്ട് ആ രസത്തിനുള്ളിൽ തന്നെയുള്ള ചിക്കൻ. അപ്പോൾ ഇത് രസമൊക്കെ രസം അങ്ങനെ കൂട്ടിക്കണം കേട്ടോ. അത് നല്ല ചൂടുണ്ട്. ചുട രസം. ഒരു രക്ഷയില്ല സംഭവം. നമ്മൾ രസം പറഞ്ഞതും നമ്മുടെ സുഹൃത്തുക്കൾ ഒരുപാട് ആളുകൾ എടുത്തു വെക്കി ഞങ്ങൾ വൈകുന്നേരം വന്ന് കഴിക്കുമ്പോൾ കേട്ടോ. ചിക്കൻ രസം പറഞ്ഞപ്പോഴേ സ്പെഷ്യലാണല്ലോ. അതുമല്ല നമ്മൾ എന്നും പോകണം നമ്മൾ ഓവർഫ്ലോയിൽ കൊടുക്കും അല്ലേ? അവിടുത്തെ കുട്ടികളും കഴിക്കട്ടെ. ഇത് ഭയങ്കര ആരോഗ്യത്തിന് നല്ലതാണെന്നൊക്കെയാണ് പറയട്ടെ. ഈ രസം പൊതുവെ ഈ ചിക്കൻ ഇടിച്ച് രസം ഉണ്ടാക്കുന്നത്. കാരണം ഇത് എല്ലിൻ്റെ സാധനങ്ങളൊക്കെ അതിനകത്ത് ഇറങ്ങില്ലേ? എല്ലിൻ്റെ എസൻസും സാധനങ്ങളൊക്കെ ഇറങ്ങിയിട്ട് ശരിക്കും ഒരു രക്ഷയില്ല അങ്ങനത്തെ ടേസ്റ്റ്. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ നമ്മുടെ കുട്ടികൾക്ക് എടുത്ത് മാറ്റി വെച്ചിട്ട് നമ്മൾ എന്നിട്ട് നമ്മുടെ എന്നും പോകണം നമ്മുടെ ഓവർഫ്ലോയിൽ അവിടുത്തെ കുട്ടികൾ നമ്മൾ കൊടുക്കാൻ വേണ്ടി പോകണം. അവർ പറയട്ടെ നമ്മുടെ രസത്തിൻ്റെ രുചി കേട്ടോ.
അപ്പൊ ഞാൻ എന്നും വരുന്ന നമ്മുടെ ഓർമ്മയിൽ തന്നെയാണ് ഇത്തവണ വന്നിരിക്കുന്നത്. നമ്മുടെ രസമൊക്കെ ഇവർക്ക് ഗ്ലാസ്സിലായിട്ട് കൊടുക്കും. കാരണം എന്താ പറയുക, ഇന്ന് ഒരു പിറന്നാള് കാരണം ഇവർക്ക് ചപ്പാത്തി ചിക്കൻ കറി ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ നമ്മുടെ രസം കൊണ്ടുവന്ന് ഗ്ലാസ്സിലാക്കി എല്ലാവരും കൊടുക്കുന്നത്. ഭയങ്കര ഔഷധ ഗുണങ്ങളാണ് ഈ കോഴി രസം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ കൊടുത്തേക്കാം. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും ഫംഗ്ഷനോ അതുപോലെ തന്നെ എന്തെങ്കിലും വിശേഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ 125 കൂടുതൽ ആളുകൾ ഇതുപോലെ ഓട്ടിസവും മറ്റു അസുഖങ്ങളുമായിട്ട് ആളുകളുള്ള ഒരു ഓർഫനേജാണത്. അപ്പൊ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സഹായിക്കുന്ന താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ നമ്പർ കൊടുക്കാം. നമ്മൾ നേരിൽ വിളിച്ച് ബന്ധപ്പെട്ട് എന്താണ് സഹായ സഹകരണം ചെയ്ത് കൊടുക്കാം. നല്ല കനത്ത മഴയാണ് പുറത്തിട്ടാം. അപ്പൊ ഇതിൽ നല്ലൊരു അടിപൊളി വീടുമായിട്ട് വീട്ടിൽ കാണാം. ബൈ.